ഒളിച്ചു നിന്നുവരെ ആന ആക്രമിച്ചേക്കും. വിചിത്ര വിശദീകരണവുമായി വിജയരാഘവൻ. കാട്ടാന ആക്രമണത്തിൽ വിചിത്ര വിശദീകരണവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ആനയ്ക്ക് ജാതിയും മതവുമൊന്നുമില്ലെന്നും ആരെ കണ്ടാലും ചവിട്ടുമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. ആന നായരുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. ആരെ കണ്ടാലും ചവിട്ടും. ആനയുടെ അടുത്തു പോകരുത്. ഒളിച്ചു നിന്നുവരെ ആക്രമിക്കുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ കോഴിക്കോട് CPM നടത്തിയ ആദായനികുതി ഓഫീസ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന കാട്ടിൽ നിന്നിറങ്ങി. നമുക്കെല്ലാം വിഷമമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനയല്ലേ ആള്. അതിൻ്റെ അടുത്തെങ്ങും പോകരുതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആന പ്രത്യേക ജന്തുവാണ്. അത് ഒളിച്ചിരുന്നവരെ ആക്രമിക്കും. ആന കാട്ടിലെ മറ്റു മൃഗങ്ങളെ പോലെയല്ല. മറ്റു മൃഗങ്ങളൊക്കെ വിശപ്പുണ്ടായാൽ മാത്രമേ ആരെയെങ്കിലും ആക്രമിക്കൂ. ആന അങ്ങനെയല്ല. അതാണ് ആന. വന്യമൃഗങ്ങൾ ധാരാളമായി വർദ്ധിച്ചിരിക്കുകയാണ്. അതെല്ലാം നാട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ ആന ഒരാളെ ഉപദ്രവിച്ചാൽ പറയുന്നത് ആനയുടെ ഉടമസ്ഥൻ പിണറായി വിജയനാണ് എന്നാണ്. ആനയ്ക്ക് എന്ത് ഉടമസ്ഥനെന്നും A. വിജയരാഘവൻ ചോദിച്ചു. കൊയിലാണ്ടിയിൽ ഉത്സവത്തിന് ഒരാന 3 പേരെ ചവിട്ടിക്കൊന്നത് പിണറായി വിജയൻ്റെ ആനയല്ലെന്ന് പറഞ്ഞതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആന കാട്ടിലായാലും ബുദ്ധിയില്ല, നാട്ടിലായാലും ബുദ്ധിയില്ല. ആന കാട്ടിൽ നിന്നിറങ്ങി ആളുകളെ ചവിട്ടിക്കോട്ടെ എന്ന സമീപനം കേരള സർക്കാർ ഒരിക്കലും കൈക്കൊള്ളില്ല. ഇതൊരു സാമൂഹിക വിഷയം എന്ന നിലയ്ക്ക് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ നിയമം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. പിണറായിയുടെ നിയമമല്ല കാട്ടിൽ. കാട്ടിൽ നരേന്ദ്രമോദിയുടെ നിയമമാണ്. പിണറായിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിർത്തി വരച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കയറിയാൽ ബുദ്ധിമുട്ടാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു.